Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ Mr Mustha. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു മെയിൻസ് കില്ലർ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം മെയിൻസ് നമ്മൾ പലപ്പോഴും പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എക്സാമാണ് മെയിൻസ് എക്സാം. അപ്പോൾ ആ മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് വേണ്ട നമ്മുടെ നല്ല ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും അതുപോലെ തന്നെ മെയിൻസിൻ്റെ ടോപ്പിക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മെയിൻസ് ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് അതുപോലെ തന്നെ അത് ടെസ്റ്റിലൂടെ ഡെയിലി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ മെയിൻസ് കില്ലർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ഓഫറിലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അത് 5000 വരുന്ന പ്രോഗ്രാം ഇപ്പം ജോയിൻ ചെയ്യുന്ന 20 പേർക്ക് വെറും 1999 രൂപക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. വളരെ കുറഞ്ഞ മിനിമം ആളുകളൊക്കെ ഉള്ളൂ. അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിലിംസ് കില്ലർ പ്രോഗ്രാം ഞാൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നവംബർ മുതൽ അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വളരെ കുറഞ്ഞ ഫീസിലാണ് കുറച്ച് വിദ്യാർത്ഥികൾക്ക് വരുന്നത്. മെയിൻസ് പ്രിലിംസിലോട്ട് വരുന്ന കംപ്ലീറ്റ് സബ്ജക്റ്റ് 100 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണത്. നമ്മുടെ മെയിൻസ് കില്ലർ പ്രോഗ്രാം എന്ന് പറയുന്നത് 4 മാസം കൊണ്ടാണ്. നമ്മൾ 4 മാസം ഇടവിട്ട് ഇപ്പോൾ നവംബറിൽ തുടങ്ങുന്ന ബാച്ചാണ്. നവംബർ ടു ഫെബ്രുവരി വരെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വീക്കിലി ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഡിസ്കഷൻ വരുന്നുണ്ട്. മെയിൻസിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ വീക്കിലോട്ട് ഓരോ സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഒരു മാസം കൊണ്ട് ഓരോ GS പേപ്പേഴ്സ് കവർ ചെയ്യുന്ന രീതിയിൽ GS 1, 2, 3, 4 ആൻഡ് essay പേപ്പറാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നത്. ഓരോ മന്തും ഓരോ GS പേപ്പർ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. അതിൽ ഡെയിലി ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് നമ്മൾ വീക്കിലോട്ട് എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ, മെയിൻസിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതെങ്ങനെ പഠിക്കണം, മെയിൻസ് എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, എങ്ങനെയാണ് മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് ഡെയിലി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെയിലി ആൻസർ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഡെയിലി റൈറ്റ് ഡെയിലി ഇമ്പ്രൂവ് എന്നുള്ളൊരു പോളിസിയിലാണ് നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഈ ഒരു മെയിൻ സ്കില്ലർ ആൻസർ റൈറ്റിംഗ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ UPSC-യുമായി പ്രിലിംസുമായും അതുപോലെ തന്നെ മെയിൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഫ്രീ മെറ്റീരിയൽസും ഉണ്ട്. ഫ്രീ മെറ്റീരിയൽസും ഫ്രീ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൂടെയും അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാം വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനതൊരു സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിലോ മെയിൻ സ്കില്ലർ പ്രോഗ്രാമിലോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ടും കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സ്കില്ലർ പ്രോഗ്രാം എന്ന് പറയും MKP എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഇതിന്റെ ഒരു മോട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഡെയിലി ടു ഇംപ്രൂവ് ഡെയിലി. അപ്പൊ നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ ആൻസർ റൈറ്റിംഗ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആണ് ഇതിൽ ഏറ്റവും ഫോക്കസ് ആയിട്ട് വരുന്ന പ്രോഗ്രാം. മീൻസ് ആൻസർ റൈറ്റിംഗ് മാത്രമല്ല വരുന്നത് അർത്ഥം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 4 മാസത്തെ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ പുതിയ ബാച്ച് നവംബർ ടു ഫെബ്രുവരി വരെയാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം മെയിൻസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ മെയിൻസിലുള്ള മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നല്ല കണ്ടന്റ് ഇതിൽ വേണം എന്നുള്ളതാണ്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ആൻസർ റൈറ്റിംഗ് തന്നെയാണ്. അപ്പൊ ആൻസർ റൈറ്റിംഗിലാണ് അതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കേണ്ടതുണ്ട്, കണ്ടന്റ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ വ്യക്തമായ ഒരു ബോഡി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഡിമാൻഡ് ആയിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഡിമാൻഡ് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിൽ 2 പ്രോഗ്രാമാണ് വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് കണ്ടന്റ് ഡെവലപ്മെന്റ് ആണ്, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമാണ് ഓക്കെ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന പ്രധാനമായിട്ട് നമുക്ക് മെയിൻസിൽ ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടിയാണ്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓരോ മാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പേപ്പറാണ് കവർ ചെയ്യുന്നത്. GS 1, GS 2, GS 3, GS 4 ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്. നമ്മൾ ഓരോ മാസം ഓരോ പേപ്പർ വെച്ചുകൊണ്ട് അത് വ്യക്തമായ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടും. ഓരോ വീക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ടോപ്പിക്കുകൾ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ആ ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് കവർ ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റൊരു ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീക്കിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാവും. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് വീക്കിലി നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, വീക്കിലി നമ്മൾ റെഗുലർ ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്ന് ചെയ്യുന്ന രീതിയിലാണ് ടെസ്റ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫുൾ GS പേപ്പർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് കണ്ടന്റ് സബ്ജക്ട് വൈസ് ഓരോന്നായിട്ട് ഓരോ വീക്കിലോട്ട് കവർ ചെയ്യും. സബ്ജക്ട് വൈസ് ആണ് ഓരോ വീക്കിലേക്ക് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഒരു GS പേപ്പർ എന്ത് ചെയ്യും, ഒരു മന്ത്ലി കവർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതിൽ ഓരോ GS കവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. ഓരോ പേപ്പറിന് നിങ്ങൾക്ക് എന്തുണ്ടാവും, കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട്
മെയിൻസിന് ടോപ്പിക്കുകളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി, മെയിൻസിന് എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്ട്, ഓരോ GS പേപ്പേഴ്സും, അതിൽ തന്നെ ഓരോ സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടി ഓരോന്നിനും നിങ്ങൾക്ക് കണ്ടന്റ് ഡെവലപ്മെന്റ്, കണ്ടന്റ് എൻറിച്ച്മെന്റ് ക്ലാസ്സുകൾ അതിന്റെ ഭാഗമായിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് എസ്സേ റൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ആൻസർ കീ ഡിസ്കഷൻ, വീക്കിലി ടെസ്റ്റ് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കീ ഉണ്ടാവും, ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടാവും. പിന്നെ പ്ലസ് അതിന്റെ കൂടെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കും കൂടി ഉണ്ടാവും. ഓക്കെ, ഈ ഡിസ്കഷൻ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ എഴുതിയ ആൻസറിന് ഇൻഡിവിജ്വലി നമുക്ക് ഫീഡ്ബാക്ക് വരും. അപ്പൊ നിങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആൻസർ റൈറ്റിംഗ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. രണ്ടാമതായിട്ട് അതിന്റെ കണ്ടന്റ് ഡെവലപ്മെന്റ് ചെയ്യുക, പ്ലസ് അതിന്റെ കൂടെ റിവിഷൻ. എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യുക, ഈ ഒരു 4 മാസം കൊണ്ട് നവംബർ ടു ഫെബ്രുവരിനുള്ളിൽ കംപ്ലീറ്റ് GS പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ആ റിവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് ഒന്ന് മെയിൻസിന് ഗുണം ചെയ്യും, അതുപോലെ തന്നെ പ്രിലിംസിന് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫീസ് വരുന്നത് 5,000 ഓഫറിൽ വരുന്ന ഫീസാണ്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 20 വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് 1,999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്കറിയാം ആൻസർ റൈറ്റിംഗ് നമ്മളിപ്പോ പ്രിലിംസ് ക്വാളിഫൈ ആവുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പ്രിലിംസ് ക്വാളിഫൈഡ് ആയാലും മെയിൻസ് നല്ല രീതിയിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും മെയിൻസ് ക്വാളിഫൈഡ് ആവില്ല. നമ്മൾ പ്രിലിംസ് മാത്രം ക്വാളിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യമില്ല. അപ്പൊ അതിന് മെയിൻസിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ആൻസർ റൈറ്റിംഗിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസ് ഷുവർ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ പറ്റുന്നതാണ്. ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എഴുതുന്നത്, മലയാളത്തിലും ഇംഗ്ലീഷിലും എന്താണ് അവൈലബിൾ ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് 2 രീതിയിലും കിട്ടുന്നതാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ഇത്, അത് മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരും. ഓക്കെ, പ്ലസ് എസ്സേ റൈറ്റിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിൻ സ്കില്ലർ പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് പ്രിലിംസ് സ്കില്ലർ കോഴ്സ് എന്ന് പറയും. നിങ്ങൾക്ക് 2000 പുതിയ ബാച്ച് തന്നെയാണ് അത്. 100 ദിവസം കൊണ്ട് പ്രിലിംസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. 100 ദിവസം കൊണ്ട് പ്രിലിംസിൽ വരുന്ന മെയിൻ സബ്ജക്റ്റ് ആണ് കവർ ചെയ്യുന്നത്. മറ്റേതാണ് GS കംപ്ലീറ്റ് കവർ ചെയ്യും. ഇവിടെ വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി തന്നെ മോഡേൺ, മെഡീവൽ, ആൻഷ്യന്റ്, ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ജോഗ്രഫി, ഇന്ത്യൻ വേൾഡ്, പൊളിറ്റി, കറന്റ് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വരും. എക്കോണമി, ഇന്ത്യൻ എക്കോണമി, വേൾഡ് എക്കോണമി ഒക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, CSATന്റെ കുറച്ച് ക്ലാസ്സുകളും കവർ ചെയ്യുന്ന ഏകദേശം 10ഓളം ക്ലാസ്സുകളും വരുന്നത്. ഇത്തരത്തിൽ സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്ന വിത്ത് ടെസ്റ്റ് ആണ്. അത് MCQs പ്രിലിംസിന്റെ ബന്ധപ്പെട്ട് ഓരോ സബ്ജക്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിന് ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PYQs എന്ത് അതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിലാണ് അത് പോകുന്നത്. അപ്പൊ അത് കറന്റ് അഫയേഴ്സും അതിലേക്ക് ഇൻക്ലൂഡ് ആയിരിക്കും. 100 ദിവസം കൊണ്ടാണ് ക്ലാസ് കവർ ചെയ്യുന്നത്. അത് നവംബർ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം എന്താ, ഒരേ സമയത്ത് മെയിൻസും പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഫെബ്രുവരിയോട് കൂടി ഫെബ്രുവരിയോട് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 3 മാസം ഉണ്ട്. ആ 3 മാസം എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ഏരിയാസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് വീക്ക് ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ടൈമും കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 2500 ആണ് പ്രിലിം സ്കില്ലർ ക്ലാസ്സിന് വരുന്നത്. അപ്പൊ അതും ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ കുറച്ച് പേർക്കും കൂടി അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാച്ചിലോട്ട് മാത്രമായിരുന്നു ഈ ഓഫറിലുള്ളത്. അപ്പൊ ഒരു ബാച്ച് ഏകദേശം ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കും കൂടി അതിലേക്ക് ചാൻസ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മെയിൻസും പ്രിലിംസും എല്ലാം ഇന്റൻസീവ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ PCM പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. അതൊരു വർഷത്തെ പ്രോഗ്രാമാണ്. കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് സബ്ജക്റ്റുകൾ, ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് ഡിസ്കഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ടെസ്റ്റുകൾ എല്ലാം കൂടി വരുന്ന മെറ്റീരിയൽസും എല്ലാം വരുന്ന പ്രോഗ്രാമാണ് PCM ക്ലാസ് എന്ന് പറയും. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവരാണ്, മറ്റുള്ള ഇതിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായത്തോടുകൂടി നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെന്റർഷിപ്പ് തരുന്ന പ്രോഗ്രാമാണ് കുറച്ച് പേർക്ക്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഒരു സ്ട്രാറ്റജി തന്നുകൊണ്ട് വീക്കിലി നിങ്ങൾ മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് വീക്കിലി ഒരു ടാർഗറ്റ് തന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ്. ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഓപ്ഷൻ സബ്ജക്ട് ക്ലാസ്സുകൾ, CSAT ക്ലാസ്സുകൾ, ഓപ്ഷൻ ക്ലാസ്സുകൾ തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ, KSന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന, അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളും കാര്യങ്ങളും കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ടോ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അത് മുമ്പ് നമ്മുടെ ഫ്രീ പ്രിലിംസ് അതുപോലെ തന്നെ ഫ്രീ UPSC ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവ് ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവാറ്. അത് അറ്റൻഡ് ചെയ്യുക. അതിന്റെ മെറ്റീരിയൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.